നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് STM F1 സീരീസിലുള്ള ICകളുടെ ഡാറ്റ ഷീറ്റാണ്. ഇത് GPIO കൺട്രോളിനകത്ത് CRL പറഞ്ഞു. CRLനകത്ത് ഇൻപുട്ടാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ടിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൺക്ലൂഡ് ചെയ്ത സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇതിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്തിനാണ് ഇൻപുട്ടിന് ഇങ്ങനെ ടൈപ്പ് കൊടുത്തേക്കുന്നതെന്നൊരു സംശയം എല്ലാവർക്കും വരാം. ടൈപ്പ് കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ADC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതായത് അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉള്ളിൽ ADC മോഡ്യൂളുണ്ട്. ആ മോഡ്യൂളാണ് ഈ പറയുന്ന വോൾട്ടേജിനെ റീഡ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളറിന് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അനലോഗിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ അനലോഗ് എന്ന് പറയുന്നത്. അതായത് ADC മോഡ്യൂളിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഡിജിറ്റൽ ഇൻപുട്ട് ബഫർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് നമ്മളിപ്പം 01 എന്നുള്ളത്, അതായത് ഇപ്പം ബട്ടനൊക്കെ ഞെക്കുവാണെന്നുണ്ടെങ്കിൽ അത് 01 വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ബഫർ മാറ്റി നിർത്തിയിട്ട് അതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ഡയറക്റ്റ് ADC മോഡ്യൂളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് ഈ അനലോഗ് എന്ന് പറയുന്നത്. ആ സമയം ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് 0യോ 1 ഒക്കെ റിസീവ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഒരു പ്രോപ്പർ വേ അല്ല. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഇപ്പം നമ്മൾ വേറൊരു മൈക്രോ കൺട്രോളറിൻ്റെ ഒരു പിന്ന് നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ എന്താ പറയുക, നമുക്കൊരു ഇതൊന്നും വേണ്ട എന്ന് പറയുക, ഒരു ഇൻപുട്ട് പുള്ളപ്പോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ അവിടെ എന്ത് വാല്യൂ വന്നാലും അത് റീഡ് ചെയ്യാൻ പറ്റും. അത് ഫ്ലോട്ടിങ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട് ബഫറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതാണ് റീഡ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളർ പറയുന്നത് ഇതാണ് ഇവിടുത്തെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുൾ ഡൗണിലും പുള്ളപ്പിലും ഇതേ സെയിം സംഭവം തന്നെയാണ്. അവിടെ പുള്ളപ്പ് കൊടുത്തിരിക്കുന്നു ഫുൾ ടൈം. അപ്പോൾ പുള്ളപ്പാണെങ്കിൽ ഫുൾ ടൈം അവിടെ വോൾട്ടേജ് ഉണ്ടാവും. പുൾ ഡൗൺ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് ഉണ്ടാകത്തില്ല. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് വോൾട്ടേജ് വരുള്ളൂ. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല. അനലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADC മോഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ ഡിജിറ്റൽ ഇൻപുട്ട് ബഫർ ഓഫായിരിക്കും. അതേസമയം ബാക്കിയുള്ള 3 മോഡ്യൂളും ഡിജിറ്റൽ ഇൻപുട്ട് ബഫർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ADC മോഡ്യൂൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് അത്രേ ഉള്ളൂ അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഔട്ട്പുട്ടിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.